നന്ദൻ ജോലി കഴിഞ്ഞു വീട്ടിലെത്തിയതും അനു വേഗം അടുക്കളയിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞു വന്നാൽ ചൂടോടെ ഒരു ചായ, അത് നന്ദന് പതിവുള്ളതാണ്. അവൾ വേഗം ചെന്ന് ഗ്യാസിൽ ചായക്കുള്ള വെള്ളം വെച്ചു. വെള്ളം തിളച്ചു വന്നതും അതിലേക്ക് തേയിലയും പഞ്ചസാരയും കൂട്ടത്തിൽ ആവശ്യത്തിന് പാൽപ്പൊടി കൂടി ചേർത്തതും ചായ റെഡിയായി. ചൂട് അല്പം ഒന്ന് കുറഞ്ഞപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തുമ്പോഴും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശേഷം അവൾ ജനലിനോരം ചെന്നു നിന്നു. നേരം ഏകദേശം ഇരുട്ട് വീണു തുടങ്ങിയിട്ടുണ്ട്. ആകാശത്ത് തേങ്ങാപ്പൂള് പോലെ കാണുന്ന നിലാവിലേക്ക് അവൾ വെറുതെ നോക്കി നിന്നു. തണുത്ത ഒരിളം കാറ്റ് അവിടെയാകെ ഒഴുകി നടക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് വന്ന് അവളെയും മെല്ലെ തഴുകി പോകുമ്പോൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. പുഞ്ചിരിയുടെ ഉറവിടം ചെന്നു നിന്നത് അവളുടെ കഴുത്തിലെ താലിയുടെ അവകാശിയിലായിരുന്നു. അതെ, ഇപ്പോൾ അവളുടെ ചിന്തകൾ, അവളുടെ ലോകം തന്നെ നന്ദൻ എന്ന ആ ഒരുവനിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഒട്ടും നനച്ചിരിക്കാത്തൊരു സമയത്താണ് നന്ദനുമായുള്ള അനുവിൻ്റെ വിവാഹം നടന്നത്. BEd കഴിഞ്ഞ് ടീച്ചറായി ജോലിക്ക് ചേർന്ന സമയത്താണ് നന്ദൻ്റെ വിവാഹാലോചന വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു കല്യാണത്തിന് അവൾക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ജോലിക്ക് പോകണമെന്ന കാരണം പറഞ്ഞ് വിവാഹത്തിൽ നിന്നും പിന്തിരിയാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊന്നും ലക്ഷ്യം കാണാതെ തിരിച്ചു വന്നു. കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയല്ലേ, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് നന്ദനും നന്ദൻ്റെ അമ്മയും ഒരുപോലെ പറഞ്ഞതും അനുവിന് അവളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അന്വേഷണത്തിൽ നന്ദനെയും അവൻ്റെ വീട്ടുകാരെയും കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ഇരു വീട്ടുകാർക്കും തമ്മിൽ ബോധിച്ചതുകൊണ്ട് തന്നെ അധികം വൈകാതെയുള്ളൊരു മുഹൂർത്തത്തിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു. അതിനുശേഷം നന്ദൻ ഇടയ്ക്ക് അനുവിനെ വിളിക്കുമെങ്കിലും അധികമൊന്നും സംസാരിക്കാതെ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം കൊടുത്തുകൊണ്ട് അവൾ ഫോൺ വെക്കുമായിരുന്നു. അറിയാത്തൊരാളോട് സംസാരിക്കുന്നതിൻ്റെ വല്ലായ്മയായിരിക്കുമെന്ന് കരുതി നന്ദൻ അത് കാര്യമാക്കിയതുമില്ല. ഏറെ സന്തോഷത്തോടെ, അതിലുപരി അവളോടൊപ്പമുള്ള പുതിയൊരു ജീവിതത്തിൻ്റെ പ്രതീക്ഷയോടെ അവളുടെ കഴുത്തിൽ തൻ്റെ പേര് കൊത്തിയ താലി അവളെ അണിയിക്കുമ്പോഴും അവളുടെ സീമന്തരേഖ തൻ്റെ വിരലാൽ ചോപ്പിക്കുമ്പോഴും അവൾക്ക് വല്ലാത്തൊരു നിർവികാരതയാണ് തോന്നിയത്. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ അമ്മ വെച്ചു നീട്ടിയ നിലവിളക്ക് വാങ്ങി വലതുകാല് വെച്ച് അവൻ്റെ വീടിൻ്റെ പടി കയറുമ്പോഴും അവളുടെ ഉള്ളിൽ ശൂന്യതയായിരുന്നെങ്കിൽ അവൻ്റെ ഉള്ളിലാകെ നിറഞ്ഞു നിന്നത് അവളോടുള്ള അടക്കാത്ത പ്രണയമായിരുന്നു. ആഗ്രഹിക്കാതെയും ഒട്ടും പ്രതീക്ഷിക്കാതെയുമാണ് നന്ദനുമായുള്ള അവളുടെ വിവാഹം നടന്നത്. ഒരുപാട് തവണ വിവാഹം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നന്ദനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. നന്ദൻ ഏക മകനാണ്. അവൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവനും അവൻ്റെ അമ്മയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അനു പുറത്തുനിന്നും നോട്ടം മാറ്റിയത്. നോക്കുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്ന് തല തുടയ്ക്കുന്ന നന്ദനെയാണ് കാണുന്നത്. അവൾ അവനെ തന്നെ നോക്കി നിന്നു. മുടിയൊന്ന് കൈകൊണ്ട് മാടിയൊതുക്കിയ ശേഷം ഫോണുമെടുത്ത് പുറത്തേക്ക് നടക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി. അവളുടെ നോട്ടം നേരെ പോയത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ചായ ഗ്ലാസ്സിലേക്കാണ്. ചായ കുടിക്കുന്നില്ലേ? അനു ചോദിച്ചതും നന്ദൻ തിരിഞ്ഞു നോക്കി. കുറച്ചു ദിവസമായി അവളിലുണ്ടായ മാറ്റം കാണാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല. എങ്കിലും എന്തോ ഇപ്പോൾ ഇങ്ങനെ പെരുമാറാനേ തനിക്ക് സാധിക്കുകയുള്ളൂ. അവനൊന്നും പറയാതെ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അതു കണ്ടതും അവളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഹൃദയത്തിൽ എവിടെയോ ഇതുവരെ തോന്നാത്തതുപോലെയൊരു വേദന. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നാണ് നന്ദൻ മുറിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ആ ചായ എടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്തത്. ചായ കുടിക്കാതെ തന്നെ പോകണമെന്നാണ് കരുതിയത്. പക്ഷേ എന്തോ അവളെ ഇപ്പോഴേ വേദനിപ്പിക്കേണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അവൻ വേഗത്തിൽ ചായ കുടിച്ചു തീർത്തു. ഗ്ലാസ് വാങ്ങാനായി കൈ നീട്ടിയ അവളെ ശ്രദ്ധിക്കാതെ അവൻ ആ ഗ്ലാസും പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു. അവനിൽ നിന്നും ആദ്യമായാണ് അത്തരമൊരു പ്രവൃത്തി ഉണ്ടാകുന്നത്. അവൾ വല്ലാത്തൊരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിന്നു. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, ബുദ്ധിമുട്ടില്ലെങ്കിൽ വേഗം റെഡിയാവ്. പെട്ടെന്നാണ് അവൻ തിരിഞ്ഞു നിന്ന് അവളോടത് പറയുന്നത്. അവളൊന്ന് ഞെട്ടിപ്പോയി. എന്താ? ആ ചെറിയ നേരം കൊണ്ട് തന്നെ അവൾ ഏതോ ലോകത്ത് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചത് എന്താണെന്ന് അവൾ കേട്ടില്ല. ഒന്ന് പുറത്തു പോകണം. തനിക്കൊന്ന് ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അവൻ വീണ്ടും ചോദിച്ചു. ഒട്ടും ഗൗരവമില്ലാതെയാണ് അവനത് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി.
ഇപ്പോൾ ഹൃദയത്തിൽ ചെറിയൊരു തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ. അവളൊന്ന് പതിയെ തലയാട്ടി. ഞാൻ പുറത്തുണ്ടാവും, റെഡിയായാൽ താഴേക്ക് വന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്ക് പോയി. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ്റെ കൂടെ ഒരുപാട് തവണ പുറത്തു പോയിട്ടുണ്ടെങ്കിലും എന്തോ അന്ന് അതൊന്നും താൻ ആസ്വദിച്ചിട്ടേയില്ലായിരുന്നു. എന്നാൽ ഇന്ന് വല്ലാത്തൊരു ആശ തോന്നുന്നു, അവനോട് ചേർന്നിരുന്നു കൊണ്ടൊരു യാത്ര പോകാൻ. അവൻ തൻ്റേതും താൻ അവൻ്റേതുമാണെന്ന പൂർണ്ണ സന്തോഷത്തോടെ അവൻ്റെ കൈപിടിച്ച് ചേർന്നു നടക്കാൻ. അവൾ വേഗം ചെന്ന് അലമാര തുറന്ന് അവളുടെ ഡ്രസ്സുകളിലൂടെ വിരലോടിച്ചു നോക്കി. വിരലുകൾക്കൊപ്പം അവളുടെ കണ്ണുകളും ചലിച്ച് അവസാനം ചെന്നു നിന്നത് ഒരു കറുത്ത ചുരിദാറിലായിരുന്നു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തനിക്കായി ഏറെ സന്തോഷത്തോടെ വാങ്ങിത്തന്നതാണ്. എന്നാൽ അന്ന് തനിക്കൊരു സന്തോഷവും തോന്നിയിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അവൻ തനിക്ക് തീർത്തും ഒരു അന്യനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വിദ്യയുടെ ജീവിതം നേരിൽ കാണുന്നത് വരെ. അതിനുശേഷമാണ് അവൾ നന്ദനെ മനസ്സിലാക്കി തുടങ്ങുന്നത് തന്നെ. നന്ദൻ്റെ സ്നേഹവും നന്മയും കാണുവാൻ തക്കവണ്ണം അവളുടെ കണ്ണുകൾ തുറക്കുവാൻ വിദ്യയുടെ നരകജീവിതം മുന്നിൽ കാണേണ്ടി വന്നെന്ന് മാത്രം. വിദ്യയെ ഓർമ്മ വന്നതും അവളുടെ നെഞ്ചൊന്ന് നീറി, കണ്ണുകൾ നിറഞ്ഞു. അവൾ നിറഞ്ഞു വന്ന കണ്ണൊന്ന് തുടച്ചുകൊണ്ട് ആ കറുത്ത ചുരിദാർ കയ്യിലെടുത്തു. ഇന്ന് അവനിട്ടിരിക്കുന്നതും കറുത്ത ഷർട്ടാണെന്ന് ഓർക്കെ അവളുടെ ചുണ്ടിലൊരു ചിരി മിന്നി. അവൾ വേഗത്തിൽ ഡ്രസ്സ് മാറി കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു. കണ്ണുകൾ നന്നായി കറുപ്പിച്ചെഴുതി. നന്നായി ഷേപ്പ് ചെയ്ത കറുത്ത് തിങ്ങി വളർന്ന പുരികങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് കറുത്ത പൊട്ടുവെച്ചു. സീമന്തരേഖയൊന്ന് കുങ്കുമം കൊണ്ട് ചുവപ്പിച്ച ശേഷം താലിക്കൂടി ഒന്ന് പുറത്തേക്കിട്ടുകൊണ്ട് അവൾ ഒന്ന് വീണ്ടും കണ്ണാടിയിലേക്ക് തന്നെ നോക്കി. താൻ ഇന്ന് എന്നത്തേക്കാളും സുന്ദരിയായതുപോലെ അവൾക്ക് തോന്നി. അവനെക്കുറിച്ചോർക്കെ അവളുടെ കവിളുകൾ ഒന്നുകൂടി ചുവന്നു തുടുത്തു. കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി തൃപ്തിയായ ശേഷം അവൾ ഫോണുമെടുത്ത് താഴേക്ക് നടന്നു. താഴെ എത്തിയതും അവളുടെ കണ്ണുകൾ നേരെ പോയത് ഹാളിലെ സെറ്റിയിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന നന്ദനിലേക്കാണ്. ആ മോള് റെഡിയായി വന്നല്ലോ. നന്ദൻ്റെ അമ്മ ദേവകി അതും പറഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. ശേഷം അവളുടെ അരയോളം എത്തുന്ന ഇടതൂർന്ന നീളൻ മുടി കൈകൊണ്ട് ഒന്നുകൂടി വിടർത്തിയിട്ടു കൊടുത്തു. അമ്മയുടെ ശബ്ദം കേട്ടാണ് നന്ദൻ തലയൊന്ന് ഉയർത്തി നോക്കിയത്. അവളുടെ മുടി ഒതുക്കി കൊടുക്കുന്ന അമ്മ. അമ്മയ്ക്കരികിൽ അനുസരണയോടെ നിൽക്കുന്ന അവൾ. അവൻ്റെ കണ്ണുകൾക്ക് ഏറെ കുളിർമ തോന്നുന്നൊരു കാഴ്ചയായിരുന്നു അത്. ചുണ്ടിൽ നിറഞ്ഞു വന്നൊരു പുഞ്ചിരിയെ അവൻ അതിസമർത്ഥമായി മറച്ചു പിടിച്ചു. അമ്മേ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. അവളുടെ നോട്ടം തന്നിലാണെന്ന് മനസ്സിലായതും നന്ദൻ അമ്മയോട് അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. തൻ്റെ അതേ നിറത്തിലുള്ള ചുരിദാറാണ് അവളുടെ വേഷമെന്ന് ഓർക്കെ എന്തിനെന്നറിയാതെ അവൻ്റെ ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞിരുന്നു. പോയിട്ട് വരാം അമ്മേ, അനു അമ്മയെ നോക്കി പറഞ്ഞു. അവരവളെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. അവൾ മെല്ലെ ഉമ്മറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ തന്നെ ദേവകിയമ്മയും. അവർ ഉമ്മറത്തെത്തുമ്പോഴേക്കും നന്ദൻ ബൈക്കിൽ കയറിയിരുന്നിരുന്നു. അവൾ അവന് പിറകെ കയറിയിരുന്നതും അവൻ അമ്മയെ ഒന്ന് നോക്കി. വാതിലടച്ചോ, ഞങ്ങൾ വന്നിട്ട് വിളിച്ചോളാം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അവൾ അമ്മയെ നോക്കി വീണ്ടും ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവരുടെ വണ്ടി അകന്നു പോകുന്നത് നോക്കി നിൽക്കെ ദേവകിയമ്മയൊന്ന് നിശ്വസിച്ചു. ശേഷം അകത്തു കയറി വാതിലടച്ചു. തണുത്ത കാറ്റേറ്റ് അവനോടൊപ്പം ഇരുന്ന് പോവുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ചുറ്റിലും എല്ലാ കടകളിലും വെളിച്ചമുണ്ട്. ചിലയിടങ്ങളിൽ അലങ്കാര ബൾബുകളും അവയുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നിറഞ്ഞു കത്തുന്നുണ്ട്. അതെല്ലാം ആദ്യമായി കാണുന്നത് പോലെ അവളുടെ കണ്ണുകൾ അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം അവൻ്റെ ബൈക്ക് ബീച്ചിലെത്തി നിന്നതും അവൾ മെല്ലെ ബൈക്കിൽ നിന്നും ഇറങ്ങി. അതിനു പിന്നാലെ നന്ദനും ഇറങ്ങി. വാ, അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒട്ടും ഗൗരവമില്ലാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുൻപിൽ കയറി നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നതും അവിടവിടെയായി ചെറിയ ചെറിയ രാത്രി കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവൻ നേരെ ചെന്നത് അതിലൊരു കടയിലേക്കാണ്. നിനക്കെന്താ വേണ്ടത്? അവൻ അവളോട് ചോദിച്ചു. അവളൊന്നും പറയാതെ ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി. നിനക്കെന്താ കഴിക്കാൻ വേണ്ടതെന്ന്? ഐസ്ക്രീം മതിയോ, അല്ലെങ്കിൽ കടലയോ ചിപ്സോ അങ്ങനെ എന്തേലും മതിയോ? അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. ഒട്ടും ഗൗരവമില്ലാതെയാണ് അവൻ അത് ചോദിച്ചതെങ്കിലും മുൻപെല്ലാം തന്നെയും കൂട്ടി പുറത്തു വരുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ടിരുന്ന ആ ഒരു തിളക്കം ചോർന്നു പോയതുപോലെ. തിളക്കം നിറഞ്ഞു നിന്നിരുന്ന കണ്ണുകൾ വല്ലാതെ നിർജീവമായതുപോലെ. അവൾക്ക് ഹൃദയത്തിൽ എന്തിനെന്നറിയാതെ ഒരു വേദന തോന്നി. എനിക്ക് കടല മതി. മെല്ലെ അവളത് പറഞ്ഞതും അവനൊന്ന് മൂളി. ശേഷം 2 പേർക്കുമുള്ള കടല വാങ്ങി അതിലൊരു പൊതി അവൾക്ക് നേരെ നീട്ടി.
അവൾ അത് വാങ്ങിയതും അവൻ കടക്കാരന് പൈസ കൊടുത്തുകൊണ്ട് വീണ്ടും മുൻപോട്ടേക്ക് തന്നെ നടന്നു. രാത്രിയായിട്ടുണ്ടെങ്കിലും അവിടെ അപ്പോഴും ആളുകളുടെ തിരക്കും ബഹളവും കൊണ്ട് സജീവമാണ്. അതിനാൽ തന്നെ അവൻ ആ മണൽപ്പരപ്പിലൂടെ മുൻപോട്ട് നടന്നു. നല്ല തണുത്ത കാറ്റ് വീശിയടിക്കുന്നതിനാൽ അവൾക്ക് നന്നേ തണുക്കുന്നുണ്ടായിരുന്നു. അവനെ തൊട്ടോ തൊട്ടില്ല എന്ന പോലെ അവൾ അവനോട് ചേർന്നു നടന്നു. 2 മിനിറ്റിന് ശേഷം അവരധികം തിരക്കില്ലാത്ത ഒരിടത്തേക്ക് എത്തിയിരുന്നു. അവൻ അവിടെ മണൽപ്പരപ്പിലായി ഇരുന്നതും അവളും അവനരികിലായി ഇരുന്നു. കയ്യിലെ കടല കുറച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ നോട്ടം അപ്പോഴും ചെറിയ നിലാവിലും ഇരുളിൽ മുങ്ങിക്കിടക്കുന്ന കടലിലേക്കായിരുന്നു. ഇതിനു മുൻപ് അവൻ വാ തോരാതെ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവനിൽ നിറഞ്ഞു നിൽക്കുന്നത് വല്ലാത്തൊരു നിശബ്ദതയാണ്. അന്ന് അവൻ്റെ സംസാരം അവളിൽ വല്ലാതെ വെറുപ്പ് ഉളവാക്കിയിരുന്നെങ്കിലും ഇന്ന് ആ നിശബ്ദത അവൾക്ക് വല്ലാത്ത ഒരു അസഹനീയമായി തോന്നി. അവളും പതിയെ കടല കഴിച്ചു തുടങ്ങി. അവളുടെ കയ്യിലെ കടല മുഴുവനായും തീർന്നെന്ന് കണ്ടതും അവനൊന്ന് നിശ്വസിച്ചു. അവൻ പതിയെ അവളെ നോക്കി. പിന്നെ മെല്ലെ വിളിച്ചു, അനു. എന്നാൽ ഏതോ ലോകത്ത് ആയിരുന്നവൾ അവൻ വിളിച്ചത് അറിഞ്ഞതുപോലുമില്ലായിരുന്നു. അവളുടെ ചിന്തകൾ ഇവിടെയൊന്നുമല്ലെന്ന് അവന് തോന്നി. അതിനാൽ അവൻ ഒന്നുകൂടി അവളെ വിളിച്ചു, അനു. എന്താ? കുറച്ചുകൂടി ശബ്ദത്തിലായതിനാൽ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവനൊന്ന് അവളെ നോക്കി. പിന്നെ കടലിലേക്ക് നോട്ടം എറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ കാര്യമായി എന്തോ പറയാൻ പോവുകയാണെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അതറിഞ്ഞെന്ന വണ്ണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിൽക്കുകയാണെന്ന് അവന് തോന്നി. നമുക്ക് പിരിയാം മനു. അത് പറഞ്ഞതും അവൻ വീണ്ടും അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി ഇരുളിലേക്ക് നോക്കിയിരുന്നു. എന്നാൽ അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും ഒന്നനങ്ങാൻ പോലും ആവാതെ അതിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ അവൾ ചോദിച്ചു. പക്ഷേ അവൻ അവളിലേക്ക് നോക്കാൻ തയ്യാറായില്ല. ഞാൻ കാര്യമായിട്ടും പറഞ്ഞതാണ്. എനിക്കിനിയും ഇതിങ്ങനെ സഹിക്കാൻ വയ്യ. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്കാണ് എന്നേക്കാൾ ഏറെ പ്രയാസമെന്ന് എനിക്കറിയാം. എനിക്ക് നീ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല, ഇപ്പോഴുമല്ല. പക്ഷേ ഇനി ഒരുമിച്ചൊരു ജീവിതം, അത് വേണ്ട. അതിനി ശരിയാവില്ലടോ. അവൻ അത് പറഞ്ഞതും അവൾക്കുള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയിരുന്നു. ഹൃദയം പോലും ഒരു നിമിഷം മിടിക്കാൻ മറന്നതുപോലെ. അത് ഞാൻ അടഞ്ഞുപോയ തൊണ്ടക്കുഴിയിൽ നിന്നും എങ്ങനെയോ ശബ്ദം പുറത്തെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ വാക്കുകൾ കൊണ്ട് അതിനെ തടഞ്ഞിരുന്നു. വേണ്ട, ഇനിയൊന്നും പറയണ്ടടോ. കുറച്ചു ദിവസമായി ഞാൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഇതുതന്നെയാ ഉത്തരമായി കിട്ടുന്നേ. അല്ലെങ്കിലും താനൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോൾ 1.5 വർഷമാവാറായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. അന്നു മുതൽ ഇന്നുവരെ എൻ്റെ കൂടെ ജീവിക്കാൻ താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെങ്കിലും ഞാനിത് പറയുന്നേ. നീയുമായുള്ള വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരു ഭർത്താവ് എന്ന നിലയിൽ അറിഞ്ഞുകൊണ്ട് ശാരീരികമായോ മാനസികമായോ ഞാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെയൊന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നോട് സോറിയും പറയുന്നു. അവൻ പറയുന്നത് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ കേട്ടിരുന്നു. മടുത്തടോ, ശരിക്കും മടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് കരുതി ഇത്ര നാളും സഹിച്ചു. കല്യാണം കഴിഞ്ഞെന്നാലും എല്ലാമായി പൊരുത്തപ്പെടാൻ തനിക്ക് സമയം വേണമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ തന്നെ ഒന്നിനും നിർബന്ധിക്കാതിരുന്നത്. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായൊരു അടുപ്പം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാവരുടെയും മുൻപിൽ ഭാര്യയെപ്പോലെ താൻ അഭിനയിച്ചു നിൽക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എനിക്കും മാനസികമായി വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങി. ഇനിയും മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ വയ്യടോ. അതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഇനി തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നിന്നെ മോളെപ്പോലെ സ്നേഹിച്ചതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്തായാലും താനിനി ആർക്കും വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. തൻ്റെ വീട്ടിലും നമുക്ക് സംസാരിക്കാം. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും. അവൾ പറഞ്ഞു തുടങ്ങിയതും അവനൊരു നോവ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കൈകൾ ഉയർത്തി തടഞ്ഞു. വേണ്ട, ഇനിയൊന്നും വേണ്ട. നീ എൻ്റെ കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും നിൽക്കണ്ട.
അല്ലെങ്കിലും അതിന് ഞാനിനി സമ്മതിക്കില്ല. എനിക്കും മതിയായി. പണ്ടുണ്ടായിരുന്ന ആ ഒരടുപ്പം ഇപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്തോ ഇനിയും മറ്റൊരാളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വയ്യ. ശരിക്കും വയ്യാഞ്ഞിട്ടാടോ. അവനൊരു നോവോടെ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പക്ഷേ എന്തോ അവനത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. എന്നാ ശരി, പോയാലോ? അവൻ ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. വാ, നേരം വൈകി. മിണ്ടാതെ നിൽക്കുന്ന അവളെ നോക്കി അവൻ അതും പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നടന്നു. പലപ്പോഴും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ ചിന്തകൾ താളം തെറ്റുന്നത് അവൾ അറിഞ്ഞു. അവൾക്കൊന്ന് പൊട്ടി കരയണമെന്ന് തോന്നി. വാ, കയറ്. അവൻ ബൈക്കിൽ കയറിയിരുന്നിട്ടും അവൾ എന്തോ ചിന്തയിൽ കയറാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് അവനത് പറഞ്ഞത്. അവൾ അവന് പിറകിലായി കയറിയിരുന്നു. പിന്നെ അമ്മയോട് ഇന്നൊന്നും പറയാൻ നിൽക്കേണ്ട. വേണേൽ നാളെ ഞാൻ തന്നെ പറഞ്ഞോളാം. ഇന്നൊരു രാത്രി കൂടി ആ പാവം സുഖമായി കിടന്നുറങ്ങിക്കോട്ടെ. എൻ്റെ ഉറക്കം പിന്നെ പണ്ടേ പോയതാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയെടുത്തു. തിരിച്ചുള്ള യാത്രയിൽ അനു മാനസികമായി തീർത്തും അവശയായിരുന്നു. ചിന്തകൾ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നത് പോലെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം വേദന തന്നിൽ വർദ്ധിച്ചു വരുന്നത് അവൾ ഒരു മരവിപ്പോടെ തിരിച്ചറിഞ്ഞു. താൻ ഇത്രമേൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നോ? അവളുടെ ഉള്ളം വീണ്ടും നൊന്തു. നന്ദന്റെ അവസ്ഥയും ഒട്ടും മറിച്ചല്ലായിരുന്നു. ഇതുവരെ തൻ്റേതെന്ന് കരുതിയതെന്തോ, സ്വന്തമെന്ന് പറഞ്ഞു ചേർത്തു പിടിച്ചതെന്തോ തന്നിൽ നിന്നും നഷ്ടമാകുന്നത് പോലെയൊരു വേദന. പക്ഷേ ഇനി അങ്ങോട്ട് സമാധാനത്തോടെയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വേദന അനിവാര്യമാണെന്ന് അവന് തോന്നി. അവൻ ആക്സിലേറ്ററിൽ ഒന്നുകൂടി കൈമുറുക്കി. അവരുടെ വണ്ടി മുറ്റത്തു വന്നു നിന്നപ്പോഴേക്കും ദേവകിയമ്മ ഉമ്മറത്തെ വാതിൽ തുറന്നു. അമ്മ ഞങ്ങൾ വരുന്നതും നോക്കി ഇരിക്കുകയായിരുന്നോ? നന്ദൻ ചോദിച്ചു. കിടന്നിട്ടെങ്ങാനും ഉറങ്ങിപ്പോയാൽ നിങ്ങൾ വന്നത് അറിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ ചുമ്മാ ടിവിയും കണ്ടങ്ങനെ ഇരുന്നു, ദേവകിയമ്മ പറഞ്ഞു. അപ്പോഴാണ് അവരവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയത്. ഇവൾക്കിതെന്തു പറ്റി? മുഖമെന്താ വല്ലാതെ? എന്തു പറ്റി മോളെ? വയ്യേ? അവളുടെ മുഖത്തെ വല്ലായ്മ കണ്ടതും അവരത് ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. അവൾ എന്തു പറയണമെന്നറിയാതെ നന്ദനെയൊന്ന് നോക്കി. അത് ചെറിയൊരു തലവേദന പോലെ. അമ്മയോട് ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്കങ്ങനെ പറയാനാണ് തോന്നിയത്. എന്തു പറ്റി പെട്ടെന്നൊരു തലവേദന? പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അത് ചോദിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നൊരു ആവലാതി അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾക്ക് വീണ്ടും വേദനിച്ചു. പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അവളുടെ തെളിഞ്ഞ മുഖമായിരുന്നു ദേവകിയമ്മയുടെ മനസ്സിലപ്പോൾ. എന്താടാ, എന്താ നന്ദ പറ്റിയത്? നിങ്ങൾ ഈ സമയത്ത് ഇതെവിടേക്കായി പോയത്? ദേവകിയമ്മ വീണ്ടും ചോദിച്ചു. ഞങ്ങൾ ചുമ്മാ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി. ചിലപ്പോ കടൽക്കാറ്റ് കൊണ്ടിട്ടാവും തലവേദന വന്നേ. നന്ദൻ അത് പറഞ്ഞതും അവരാണോ എന്ന് അവളോട് ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അവർ നന്ദനോടാണത് ചോദിച്ചത്. ഏയ് ഇല്ല, തലവേദന വന്നപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. അവരമ്മയും മകനും തമ്മിലുള്ള സംസാരം കേട്ടു നിൽക്കുകയായിരുന്നു അവൾ. എന്നാൽ മോൾ എന്തേലും കഴിച്ച് വേഗം പോയി ഒന്ന് കിടന്നോ? ഒന്നും കഴിക്കാതെ കിടന്നാൽ തലവേദന കൂടുകയേ ഉള്ളൂ. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ വേദനയ്ക്കുള്ള ഒരു മരുന്ന് തരാം. മുറിയിലേക്ക് പോയാലോ എന്ന ചിന്തയോടെ നിൽക്കുമ്പോഴാണ് അവളോട് അമ്മയത് പറഞ്ഞത്. വേണ്ടമ്മേ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒന്ന് കിടന്നാൽ മതി, അവൾ അമ്മയോട് പറഞ്ഞു. അവൾക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും 2 വറ്റു കഴിച്ചിട്ട് പോയി കിടന്നോ മോളെ. വയറു വിശന്നാൽ തന്നെ തലവേദന കൂടുകയേ ഉള്ളൂ. മോളിരിക്കെ, അമ്മ വിളമ്പിത്തരാം. അവരതും പറഞ്ഞുകൊണ്ട് നേരെ ഊണുമേശയ്ക്ക് അരികിലേക്ക് ചെന്നു. അവൾ നന്ദനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം ഏറ്റതും അവൻ വേഗം അവളിൽ നിന്നും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നതുപോലെ ഹാളിലെ സെറ്റിയിലിരിക്കുന്ന നന്ദനെ കണ്ടതും അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഇതിനു മുൻപ് തനിക്ക് എന്ത് വയ്യായിക വന്നാലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ആവലാതിയോടെ തൻ്റെ പിന്നാലെ നടന്നിരുന്നൊരു നന്ദനെ അവൾക്ക് ഓർമ്മ വന്നു. അന്ന് അതിൻ്റെ വില എന്തെന്ന് അവൾ അറിഞ്ഞതേയില്ലായിരുന്നു. കണ്ണില്ലാതെ ആകുമ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഇന്ന് നന്ദൻ്റെ ഈ അവഗണനയിലാണ് ഇതുവരെയുള്ള അവൻ്റെ പ്രവൃത്തികളുടെ വില എത്രത്തോളമായിരുന്നെന്ന് താൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ തനിക്ക് തലവേദനയില്ലെന്ന് അവന് അറിയുന്നതുകൊണ്ടായിരിക്കും. എന്നാലും തലവേദനയല്ലേ ഇല്ലാതുള്ളൂ. മനസ്സ് നീറുന്നത് ആൾക്ക് അറിയാമല്ലോ. പിന്നെന്താ ആൾക്ക് തന്നെ ഒന്ന് നോക്കിയാൽ.
അവളുടെ കവിളുകൾ പരിഭവം കൊണ്ട് വീർത്തു. അവൾക്കൊന്നും കഴിക്കാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അവൾക്കരികിലായിരിക്കുന്ന അമ്മയെ കരുതി മാത്രം അവൾ എന്തൊക്കെയോ കഴിച്ചെന്നു വരുത്തി. തലവേദന ആയതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കാൻ അമ്മ നിർബന്ധിച്ചതുമില്ല. "ഇങ്ങ് തന്നേക്ക്, ഞാൻ കഴുകിക്കോളാം." കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റുമെടുത്ത് അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് അമ്മയത് പറഞ്ഞത്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. "നല്ല വേദനയുണ്ടോ? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ." അവളുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കി വല്ലായ്മയോടെ അമ്മ ചോദിച്ചു. അവൾ അതിന് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അത്രയും നിറഞ്ഞു നിന്നിരുന്നത് നോവായിരുന്നു. "വേദന മാറാനുള്ള മരുന്ന് ഒട്ടും കുറവില്ലെങ്കിൽ മാത്രം കുടിച്ചാൽ മതി കേട്ടോ." അവൾ മുറിയിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ഗുളിക എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അതും വാങ്ങി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. 4-5 പടികൾ കയറിയതും അവളൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കി. ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന നന്ദനെ കണ്ടതും അവളുടെ കവിളുകൾ വീണ്ടും പരിഭവം കൊണ്ട് വീർത്തുകെട്ടി. ശേഷം ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അവൾ പോയെന്ന് മനസ്സിലായതും നന്ദൻ തലയുയർത്തി നോക്കി. കുറച്ചു ദിവസമായി അവളിൽ ചെറുതല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ട്. ആ മാറ്റത്തിൽ മനസ്സ് അതിയായി സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ എവിടെയോ ഒരു വേദനയും നിറഞ്ഞു വരുന്നുണ്ട്. എന്തെന്നാൽ ആ മാറ്റത്തിന്റെ പിന്നിലെ കാരണം ആദ്യം അറിയണം. അവൾ ശരിക്കും തന്നെ സ്നേഹിക്കുന്നുണ്ടോ, അതോ ഇതെല്ലാം വെറുതെയാണോ എന്നറിയണം. ഇനിയൊരു പ്രാവശ്യം പ്രതീക്ഷയിൽ ജീവിച്ച് വീണ്ടും മരുഭൂമിയിൽ ഒറ്റയ്ക്ക് അലയുന്ന പോലെ തനിച്ചാവാൻ വയ്യ. മുറിയിലെത്തിയതും അവൾ മാറ്റാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിന്റെ കൂടെ അവളുടെ കണ്ണുനീരും ഇടകലർന്നൊഴുകി. അവൾക്ക് തൊണ്ടക്കുഴിയിൽ ഒരു സങ്കടം വന്നടയുന്നത് പോലെ തോന്നി. എത്ര അടക്കി പിടിച്ചിട്ടും കരച്ചിൽ ചീളുകൾ പുറത്തേക്കൊഴുകിപ്പോകുമെന്ന് മനസ്സിലായതും അവൾ വാ പൊത്തിപ്പിടിച്ചു. തണുത്ത വെള്ളം ശരീരത്തിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. എങ്കിലും ഹൃദയം ഇപ്പോഴും തീച്ചൂളയിലെന്ന പോലെ വെന്തുരുകുന്നുണ്ട്. താൻ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും, ആളിലേക്ക് മാത്രം തൻ്റെ ലോകത്തെ വെട്ടിച്ചുരുക്കിയപ്പോഴേക്കും തന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് അകന്നുപോയവനെ ഓർക്കെ അവൾക്ക് വീണ്ടും സങ്കടം അണപൊട്ടി. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും നനഞ്ഞ മുടി ഉണങ്ങാൻ കാത്തു നിൽക്കാതെ ഉണങ്ങിയ ഒരു തുണി കൊണ്ട് മുടി ഒന്നാകെ കെട്ടിവെച്ചു. ശേഷം കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്നു. കണ്ണടച്ചു കിടന്നാലും തുറന്നു കിടന്നാലും ഉള്ളിലിപ്പോൾ തെളിയുന്നത് ആ ഒരു മുഖമാണ്. താൻ ഒരു അടുപ്പവും കാണിക്കാതിരുന്നപ്പോൾ പോലും തന്നോട് ഒരുപാട് അടുപ്പം കാണിച്ച, ഇന്ന് താൻ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും തന്നിൽ നിന്നും ദൂരേക്ക് അകന്നു പോകാൻ നിൽക്കുന്ന ആ ഒരുവന്റെ മുഖം. കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. കുറച്ചു കഴിഞ്ഞതും അമ്മ വന്ന് നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കുന്നതും തലമുടിയിലൂടെ തലോടുന്നതുമെല്ലാം അറിഞ്ഞിരുന്നു. എന്തോ കണ്ണുകൾ തുറക്കാൻ തോന്നിയതേയില്ല. ഒന്നും അറിയാതെ ഉറങ്ങുന്ന പോലെ തന്നെ അങ്ങനെ കിടന്നു. അവനെപ്പോലെ തന്നെയാണ് അമ്മയും. തന്നെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ആ അമ്മയെ പിരിയുന്നതും ഇന്ന് തനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. അവൾക്കാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. പിന്നീട് കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ പതിയെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. നന്ദൻ മുറിയിലേക്ക് വരുമ്പോൾ അവൾ നല്ല ഉറക്കമാണ്. അവളെ ഒന്ന് നോക്കിയ ശേഷം കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞു വരുമ്പോഴും അവൾ ഉറക്കത്തിൽ തന്നെയാണ്. അവൻ അവൾക്ക് അരികിലേക്ക് ചെന്നു അവളുടെ മുഖത്തേക്ക് തന്നെ അല്പം നേരം നോക്കി നിന്നു. അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ വീർത്ത കൺപോളകൾ കണ്ടതും അവന് മനസ്സിലായി. തനിക്ക് വേണ്ടിയാണോ അവൾ ഇത്രയും കരഞ്ഞത്? ആലോചിക്കുമ്പോൾ അവന് ഹൃദയത്തിൽ ഒരു തണുപ്പ് തോന്നി. അവനൊന്ന് അവളുടെ നെറുകയിലൂടെ തലോടണമെന്ന് തോന്നി. പക്ഷേ വേണ്ട, അവളെങ്ങാനും അറിഞ്ഞാലോ? അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കട്ടിലിന്റെ ഒരു വശത്തായി അവനും കയറിക്കിടന്നു. ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവന്റെ കണ്ണുകളും എപ്പോഴോ അടഞ്ഞുപോയിരുന്നു. രാവിലെ ആദ്യം ഉറക്കമുണർന്നത് അനു ആണ്. നോക്കുമ്പോൾ കട്ടിലിന്റെ ഏറ്റവും അറ്റത്തായി നന്ദൻ കിടപ്പുണ്ട്. അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നഷ്ടബോധവും. ഇത്ര നാളും അറിഞ്ഞില്ല അവന്റെ കരുതൽ തനിക്ക് എത്രമാത്രം വിലമതിച്ചതാണെന്ന്. എന്നാൽ അതില്ലാതെ ആയപ്പോഴാണ് അതിന്റെ വിലയറിയുന്നത്. പക്ഷേ നന്ദന് ഇപ്പോൾ തന്നെ ഇഷ്ടമില്ലെങ്കിൽ, ഇനി തന്നെ കൂടെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് അവനോട് അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്? 1.5 വർഷത്തോളം തനിക്ക് വേണ്ടി കാത്തിരുന്നവനാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവനെ ഒന്ന് സ്നേഹിക്കാനും ഒരു ഭാര്യ എന്ന നിലയിൽ അവനു വേണ്ടത് ചെയ്തു കൊടുക്കുവാനും തനിക്ക് സാധിച്ചിട്ടില്ല. ഒരവസരം കൂടി എനിക്ക് തന്നുകൂടെ? എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഒന്ന് കേട്ടുകൂടെ? നിശബ്ദമായി അവൾ അവനോട് പറഞ്ഞു. രാത്രി കുളിച്ചു കിടന്നതുകൊണ്ട് തന്നെ രാവിലെ അവൾ കുളിച്ചില്ല.
ഒന്ന് ഫ്രഷായ ശേഷം അവൾ മെല്ലെ അടുക്കളയിലേക്ക് ഇറങ്ങി. അടുക്കളയിലെത്തുമ്പോൾ ദേവകിയമ്മ ചായപ്പണിയിലാണ്. പിന്നിലൊരു കാലൊച്ച കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. അനുവിനെ കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു. തലവേദന കുറവുണ്ടോ മോളെ? അവർ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ലമ്മേ, അവൾ പറഞ്ഞു. ഇതാ ഇത് കുടിച്ചോ. അവരതും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ചൂട് കാപ്പി ഒഴിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. അമ്മ കുടിച്ചോ? അവൾ ചോദിച്ചു. ഞാൻ ദേ ഇപ്പോൾ കുടിച്ചേ ഉള്ളൂ, അവരൊരു ചിരിയോടെ പറഞ്ഞു. അവൾ വേഗം കാപ്പി കുടിച്ച ശേഷം ഗ്ലാസ് കഴുകി സ്റ്റാൻഡിലേക്ക് കമഴ്ത്തി വെച്ചു. പിന്നെ കറി വെക്കാനായി വെള്ളത്തിലിട്ടു വെച്ച പച്ചക്കറികൾ നന്നായി കഴുകിയെടുത്ത ശേഷം അരിയാൻ തുടങ്ങി. അത് കണ്ടതും ദേവകിയമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പണ്ടത്തേതിൽ നിന്നും അവൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അവരൊന്ന് ആശ്വസിച്ചു. നന്ദൻ എഴുന്നേറ്റോ മോളെ? അവരവളോട് ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. ഈ ചെക്കനും തലവേദന കുറഞ്ഞില്ലേ ആവോ? അവർ ആരോടെന്നില്ലാതെ പറഞ്ഞു. തലവേദനയോ? അത് കേട്ടതും എന്തോ ഓർമ്മയിൽ അവൾ ചോദിച്ചു. ആ, ഇന്നലെ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കിയാ കഴിച്ചേ. ചോദിച്ചപ്പോൾ തലവേദനയാണെന്നാ പറഞ്ഞേ. മോൾക്കും ഇന്നലെ വെയ്യായിരുന്നല്ലോ, അതുകൊണ്ടാവും അറിയാതിരുന്നേ, ദേവകിയമ്മ പറഞ്ഞു. അത് കേൾക്കെ ആ തലവേദനയുടെ കാരണമെന്തെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നും പറഞ്ഞില്ല. മോളെന്തായാലും ഈ കാപ്പി ഒന്ന് അവന് കൊണ്ട് കൊടുത്തേക്ക്. ഇന്നലെ രാത്രിയും ഒന്നും കഴിക്കാത്തതല്ലേ. അവരൊരു ഗ്ലാസ്സിലേക്ക് കാപ്പി ഒഴിച്ച് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി അത്രയേറെ ഉത്സാഹത്തോടെ താൻ ചെയ്ത കാര്യമാണിത്. അവൻ എഴുന്നേൽക്കുമ്പോഴേക്കും കാപ്പി കൊണ്ടു കൊടുക്കാൻ അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. എന്നാൽ ഇന്ന് അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. ഒരുപക്ഷെ ഇന്നലെ അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും. അല്ല, അത് തന്നെയാണ് കാരണം. അവൻ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൻ തന്നെ പിരിയുന്നതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ തനിക്ക് തന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു, ഹൃദയം പൊട്ടിപ്പിളരുന്നത് പോലെ. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്നുള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം ആ ഗ്ലാസും വാങ്ങി മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തുമ്പോൾ കട്ടിലിൽ അവനില്ല. ബാത്റൂമിൽ നിന്നും വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു. കുറച്ചു കഴിഞ്ഞതും ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് തല തോർത്തുകയാണവൻ. ചായ. അവൾ അത് പറഞ്ഞ് ചായ ഗ്ലാസ് നീട്ടിയതും അവിടെ വെച്ചേക്കൂ എന്ന് അവളെ നോക്കാതെ തന്നെ അവന്റെ മറുപടി വന്നു. അവൾക്ക് വീണ്ടും നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം അനുഭവപ്പെട്ടു. അവൾ അത് അവിടെ വെച്ചുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞു നടന്നു. എന്നാൽ വാതിൽക്കൽ എത്തിയതും അവൾ അറിയാതെ തന്നെ അവളുടെ കാലുകൾ നിശ്ചലമായിരുന്നു. അവളൊന്ന് അവനെ തിരിഞ്ഞു നോക്കി. തലവേദന കുറവുണ്ടോ? അവൾ അവനെ നോക്കി നേർത്ത സ്വരത്തിൽ ചോദിച്ചു. അതു കേൾക്കെ അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. അല്ല, അമ്മ പറഞ്ഞു ഇന്നലെ തലവേദനയായിരുന്നെന്ന്. അത് പറയുമ്പോഴും അവളുടെ സ്വരം അത്രമേൽ നേർത്തിരുന്നു. കുറവുണ്ട്, അവൻ അലസമായി തന്നെ അവളോട് പറഞ്ഞു. അതു കേട്ടതും പിന്നെയൊരു ചോദ്യത്തിനോ മറുപടിക്കോ സ്ഥാനമില്ലാത്തതുപോലെ അവൾ വേഗം മുറിയിൽ നിന്നും പോയി. അവൾ പോയി കഴിഞ്ഞതും അവൻ അവൾ പോയ വഴിയെ ഒന്ന് നോക്കി. അവൻ അറിയാതെ തന്നെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അടുക്കളയിലെത്തി അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും അവളുടെ ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം പോലെ പാറി നടക്കുകയായിരുന്നു. അവനെ വിട്ടുപിരിയുന്നത് മാത്രം തനിക്കിനി ചിന്തിക്കാനാവില്ല. പക്ഷേ തൻ്റെ കൂടെ ജീവിക്കാൻ അവനിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ താൻ എന്തു ചെയ്യും? എന്തേ മോളെ, എന്തു പറ്റി? എങ്ങോ നോക്കി എന്തോ ചിന്തയിലായിരിക്കുന്നവളെ കണ്ട് ദേവകിയമ്മ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലമ്മേ, അവളൊരു വരുത്തി തീർത്ത പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോഴാണ് അകത്തുനിന്നും നന്ദന്റെ ശബ്ദം കേട്ടത്. അതിനു പിന്നാലെ തന്നെ അവന്റെ വണ്ടി സ്റ്റാർട്ടാകുന്നതും അകന്നു പോകുന്നതും കേട്ടു. ഈ ചെക്കനിത് ചായ കുടിക്കാൻ പോലും നിൽക്കാതെ ഇത്ര തിരക്കിട്ട് എവിടേക്കാ ഈ പോയത്? അമ്മ പുറത്തേക്ക് നോക്കി അതും പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു. അപ്പോഴും അവൾ അവനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾ മുൻപ് വരെ പോകുമ്പോൾ തന്നോടുകൂടി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചായി പോകുന്നതും വരുന്നതും ഒന്നും തന്നോട് പറയാറില്ല. താനത് ശ്രദ്ധിച്ചില്ലായിരുന്നത് മാത്രം. എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് താൻ അടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ തന്നിൽ നിന്നും അകലാൻ തുടങ്ങുകയായിരുന്നെന്ന്. അവൻ തന്നോട് കാണിക്കുന്ന ഈ ചെറിയ അവഗണനയിൽ പോലും താൻ അവനെ ഓർത്ത് വെന്തുരുകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ ഇത്രയും കാലം താൻ അവനെ കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ അവൻ എത്രമാത്രം വേദനിച്ചു കാണും, അവൾ ഓർത്തു. ഇന്ന് ഞായറാഴ്ചയല്ലേ, അവനിപ്പോൾ വരുമെന്നൊന്നും തോന്നുന്നില്ല. മോള് വിശന്നിരിക്കേണ്ട, നമുക്കങ്ങ് കഴിച്ചേക്കാം. കഴിക്കാനുള്ളത് മേശപ്പുറത്ത് എടുത്തു വെച്ചുകൊണ്ട് ദേവകിയമ്മ പറഞ്ഞു.
അവൾക്കെന്തോ കഴിക്കാൻ ഒട്ടും താല്പര്യം തോന്നിയിരുന്നില്ലെങ്കിലും അമ്മയുടെ കൂടെ കഴിക്കാനായി ഇരുന്നു. അല്ലെങ്കിൽ എന്തുപറ്റി ഏതുപറ്റിയെന്ന അമ്മയുടെ ചോദ്യം അടുത്തതായി വരും. കഴിച്ചു കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ചിട്ടും മുറിയിലേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല. അവൾ അമ്മയുടെ കൂടെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ചു കഴിഞ്ഞതും അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടു. 2 നിമിഷത്തിനു ശേഷം അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവൻ കൈ കഴുകി മേശപ്പുറത്ത് വന്നിരുന്നിരുന്നു. അവന് കഴിക്കാനായി വിളമ്പാൻ എടുക്കുമ്പോഴേക്കും അവനത് കൈവച്ച് തടഞ്ഞു. "വേണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം." അതും പറഞ്ഞ് അവൻ തനിയെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾ പതിയെ മുറിയിലേക്ക് നടന്നു. "ആ, നീ വന്നോ? നീ ഇത് എവിടെ പോയതായിരുന്നടാ?" അടുക്കളപ്പുറത്തു നിന്നും കയറി വന്ന അമ്മ ഹാളിലിരുന്ന് ചായ കുടിക്കുന്ന നന്ദനെ കണ്ട് ചോദിച്ചു. "ഞാൻ നമ്മുടെ വിഷ്ണുവില്ലേ? അവൻ കുറച്ച് പൈസ ചോദിച്ചിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി പോയതാ." അവൻ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അല്ല, അവളിതെവിടെ പോയി?" അടുക്കളയിലും ഹാളിലുമൊന്നും അവളെ കാണാതെ അമ്മ അവനോട് ചോദിച്ചു. "മുറിയിലേക്ക് പോയിട്ടുണ്ട്," അവൻ പറഞ്ഞു. "ആ കൊച്ചിനിത് എന്തുപറ്റി? തലവേദന കുറവില്ലേ? ഇന്നലെ വന്നപ്പോൾ തൊട്ട് അതിനെന്തോ വല്ലായ്മ പോലെ. നീ ഇനി അവളെ എന്തേലും പറഞ്ഞോ ചെറുക്കാ?" അമ്മ അവനോട് ചോദിച്ചു. "അമ്മയ്ക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാമായിരുന്നില്ലേ?" അവൻ അമ്മയോട് തിരിച്ചു ചോദിച്ചു. "ഞാൻ എന്തേ വയ്യേ എന്ന് ചോദിച്ചിരുന്നു. അതൊന്നുമില്ലെന്ന് പറഞ്ഞു." "ആ, എന്നാലൊന്നും ഉണ്ടാകില്ല." അവനൊരു ചിരിയോടെ പറഞ്ഞതും ദേവകിയമ്മയ്ക്ക് അല്പം ആശ്വാസം തോന്നി. മുറിയിൽ വന്ന് കിടക്കുമ്പോഴും അവളുടെ ചിന്തകൾ അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു. കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ നാളുകളിലേക്ക് അവളുടെ ഓർമ്മകൾ പാഞ്ഞു ചെന്നു. എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്നവൻ. തന്നോടും അങ്ങനെ തന്നെയായിരുന്നു. അവൻ മാത്രമല്ല, അവന്റെ അമ്മയും. അവനും അമ്മയും ഇന്നുവരെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. എന്തിന്, മുഖം കറുപ്പിച്ചൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല ഇതുവരെയും. എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ആരും കൊതിക്കും ഇതുപോലെ ഒരു ഭർത്താവിനെയും അമ്മയെയും. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും തനിക്ക് മാത്രം അവരെ സ്നേഹിക്കാൻ കഴിയാതെ പോയത്? താൻ അവരെ സ്നേഹിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അവരോട് തനിക്ക് പ്രത്യേകിച്ചൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. എങ്കിലും തൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും സാധിച്ചിട്ടില്ല ഇതുവരെ. കല്യാണം കഴിഞ്ഞു വന്നു കൃത്യം ഒരാഴ്ച ആയപ്പോഴേക്കും താൻ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു വരുന്നത് വൈകിട്ട് 6:30 മണിയോടടുത്താണ്. അധിക ശനിയാഴ്ചകളിലും തനിക്ക് ക്ലാസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ മാത്രമാണ് തനിക്ക് ലീവുണ്ടായിരുന്നത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും തനിക്ക് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം പാത്രത്തിലാക്കി ബാഗിൽ വെച്ച് തരുമായിരുന്നു അവന്റെ അമ്മ. വൈകുന്നേരം താൻ വരുന്നതും നോക്കി ചായക്കുള്ള പലഹാരങ്ങളും ഉണ്ടാക്കി ഉമ്മറത്ത് കാത്തിരിക്കുന്ന ഒരമ്മ. എത്ര നേരം വൈകിയാലും താൻ വന്നിട്ടേ ചായ കുടിക്കുമായിരുന്നുള്ളൂ. പെൺകുട്ടികൾ ഇല്ലാതിരുന്ന അമ്മയ്ക്ക് പെൺകുട്ടികൾ എന്നാൽ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് താൻ മരുമകളായിരുന്നില്ല, മകൾ തന്നെയായിരുന്നു. ഒരു വയ്യായ്ക വന്നാൽ തൻ്റെ കൂടെ തന്നെ നടക്കുമായിരുന്നു അവനും അമ്മയും. പക്ഷേ അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കാലം കുറച്ച് കൂടുതൽ എടുത്തെന്ന് മാത്രം. ഒരു കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും താൻ ആലോചിച്ചിട്ടേയില്ലായിരുന്നു. ആലോചിക്കുക മാത്രമല്ല, ആഗ്രഹിക്കുകയും ചെയ്തിട്ടില്ല. സ്വന്തമായി അധ്വാനിച്ച് ആരുടെയും തണലിൽ നിൽക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം, അതായിരുന്നു തൻ്റെ ആഗ്രഹം. വിവാഹം അതിനെല്ലാം തടസ്സമാണെന്ന് എപ്പോഴോ എങ്ങനെയോ മനസ്സിൽ കയറി കൂടിയിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണല്ലോ. അതിനിടയിൽ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്നവരും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മാത്രം തൻ്റെ ബുദ്ധി ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അറിയാത്തൊരാളുടെ കൂടെ ജീവിച്ച് ഒരു കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തൻ്റെ ജീവിതം അവസാനിക്കരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിയത്. സ്വന്തമായി ഒരു ജോലിയുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടല്ലോ എന്നൊരു ധൈര്യമായിരുന്നു. എന്നാൽ അപ്പോഴാണ് നന്ദൻ്റെ ആലോചന വരുന്നത്. ജോലിക്ക് പോകണം, കല്യാണം വേണ്ടെന്നെല്ലാം ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ജോലിക്ക് വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നന്ദൻ തന്നെ തോൽപ്പിച്ചു. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തനിക്കെന്തോ മാനസിക പ്രശ്നമാണെന്നൊക്കെ തോന്നാം. ചിലപ്പോൾ ആയിരിക്കാം, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കെൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മനഃപൂർവ്വം നന്ദനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. നന്ദൻ വരുമ്പോഴേക്കും താൻ ഉറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങിയ പോലെ കിടക്കുമായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ താൻ അവൻ്റെ ഭാര്യയായിരുന്നു. അതുപോലെ നിൽക്കാൻ താൻ ശ്രമിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ആരും അവനെ കുറ്റപ്പെടുത്താതിരിക്കാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ നന്ദൻ അവൾക്കരികിലേക്ക് നീങ്ങിക്കിടന്നപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയൊരു നോട്ടമുണ്ട്.
അന്ന് എല്ലാം ഒന്ന് പൊരുത്തപ്പെടാനുള്ള സമയം താൻ എടുത്തോളൂ, ഞാൻ കാത്തിരുന്നോളാം എന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ കാത്തിരിപ്പ് ഇത്രത്തോളം നീളുമെന്ന്. ദിവസങ്ങൾ പിന്നീട് മാസങ്ങളായി മാറിയപ്പോൾ അവന് ചെറിയൊരു പേടി തോന്നി തുടങ്ങിയിരുന്നു. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് പല പ്രാവശ്യം വിചാരിച്ചപ്പോഴും എന്തോ ഒന്ന് അവനെ പിന്നോക്കം വലിച്ചിരുന്നു. കുറച്ചുകൂടി കാത്തിരിക്കാം, എല്ലാം ശരിയാകുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ എപ്പോഴും അവളുടെ കൂടെയുണ്ടായിരുന്നു. അവൾക്കൊന്ന് വേദനിച്ചാൽ, അവൾക്കൊരു വയ്യായ്ക വന്നാൽ, അവൾക്കെന്തെങ്കിലും സങ്കടമുണ്ടെന്ന് തോന്നിയാൽ, അവൾക്കെന്തിനോടെങ്കിലും ആഗ്രഹം തോന്നിയാൽ, അങ്ങനെ അവൾക്കുമേൽ എപ്പോഴും ഒരു സ്നേഹമരമായി അവനുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനും അവൻ ശ്രമിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൾക്കിനി വേറെ വല്ല ബന്ധവുമുണ്ടോ എന്ന് പോലും തോന്നിയെങ്കിലും സംശയിക്കാൻ തക്കവണ്ണം ഒന്നുമില്ലായിരുന്നു. കുറച്ചു ദിവസം അവളെ ഫോളോ ചെയ്തപ്പോൾ തന്നെ അവനത് മനസ്സിലായിരുന്നു. വീട് വിട്ടാൽ സ്കൂൾ, സ്കൂൾ വിട്ടാൽ വീട്, അതായിരുന്നു അവളുടെ പതിവ്. വീട്ടിലുള്ളപ്പോൾ പോലും അവൾ ഫോൺ അധികം യൂസ് ചെയ്യുന്നത് അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സംശയവും മാറിക്കിട്ടി. എന്നാൽ ഇപ്പോൾ കുറച്ചു ദിവസമായി അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുന്നത് കാണാം, ഇടയ്ക്ക് വെറുതെ ചിരിക്കുന്നത് കാണാം, ഇടയ്ക്ക് കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കും. അവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. വളരെ ഉത്സാഹത്തോടു കൂടി അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അവനെ കാണുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ വിടരുന്നതും അധരങ്ങളിൽ നേർത്തൊരു പുഞ്ചിരി പറ്റിപ്പിടിക്കുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു. അമ്മയുടെ കൂടെയും അധിക സമയം ചെലവഴിക്കാൻ അവൾ തുടങ്ങിയിരിക്കുന്നു. എന്താണിതിനെല്ലാം കാരണം? ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ചൊരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ? അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം പുതിയ സ്വപ്നങ്ങൾ കാണാൻ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. പുതിയ മോഹങ്ങൾ പൂവിട്ടു തുടങ്ങുന്നുണ്ട്. പക്ഷേ പാഴ്മോഹമായി പോകുമോ എന്നൊരു പേടിയും ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവളോട് താനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ കണ്ട ഭാവം വിളിച്ചു പറയുന്നുണ്ട് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന്. ഇന്നലെ അവൾ കരഞ്ഞതും ഇപ്പോൾ വെല്ലായ്മയോടെ നടക്കുന്നതുമെല്ലാം തെളിയിക്കുന്നത് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളോട് ഇന്നലെ അങ്ങനെ സംസാരിച്ചതും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോഴാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വെളിച്ചം കാണാതെ കിടക്കുന്ന പല വികാരങ്ങളും പുറത്തേക്ക് വരുന്നത്. വരട്ടെ, അവൾക്ക് തന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണോ അത് പുറത്തേക്ക് വരട്ടെ. അവസാന പ്രതീക്ഷ എന്ന വണ്ണം അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ താൻ. മോളെ, സമയം എത്രയായെന്നാ? ഭക്ഷണം കഴിക്കണ്ടേ? വാ, വന്നേ, എഴുന്നേറ്റേ. ഉച്ചയ്ക്ക് അമ്മ വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി. മോൾക്ക് പിന്നെയും തലവേദന വന്നോ? അവളുടെ വീർത്ത കൺപോളകൾ നോക്കിക്കൊണ്ട് ദേവകിയമ്മ ചോദിച്ചു. ഏയ്, അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലമ്മേ, ചെറുതായിട്ടേ ഉള്ളൂ. അവൾ അതും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഇന്നലെയും ഉണ്ടായിരുന്നല്ലോ, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. മോൾ അവനെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചു വാ. അമ്മയത് പറഞ്ഞതും അവൾ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. അതിനു മാത്രം ഒന്നും ഇല്ലമ്മേ, ഇതങ്ങ് മാറിപ്പോയി, അവൾ പതിയെ പറഞ്ഞു. അത് കേട്ടതും അവരൊന്നവളെ തർപ്പിച്ചു നോക്കി. അത് കണ്ട് അവൾക്ക് അവരോട് വല്ലാത്തൊരു അലിവ് തോന്നിപ്പോയി. അല്ല അമ്മേ, സമയം ഒരുപാടായോ? അവൾ ചോദിച്ചു. പിന്നെ, സമയം 3 ആവാനായി. ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. അയ്യോ, അത്രയൊക്കെ ആയോ? എന്നിട്ട് അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നേ? അവൾ പരിഭവം കലർത്തിയെന്ന വണ്ണം ചോദിച്ചു. ഊണൊക്കെ റെഡിയായപ്പോൾ ഞാൻ വന്ന് നോക്കിയതാ. മോള് നല്ല ഉറക്കമായതുകൊണ്ടാ വിളിക്കാതിരുന്നേ. അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് വിളിക്കാമായിരുന്നല്ലോ. ഇതിപ്പോ ഇത്ര നേരം അമ്മ വെറുതെ വിശന്നിരുന്നില്ലേ? അവൾ ചോദിച്ചു. അത് കേട്ടതും അവരൊന്ന് ചിരിച്ചു. അത് സാരമില്ല, മോള് വന്നേ, അമ്മ പറഞ്ഞു. നന്ദൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കരഞ്ഞു നിലവിളിച്ചേനെ. അമ്മയൊന്നും അറിയാത്തതിൽ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ അവരുടെ കൈയും പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. നന്ദേട്ടൻ കഴിച്ചോ? താഴേക്ക് നടക്കുമ്പോൾ അവൾ ചോദിച്ചു. അതു കേൾക്കെ അവരൊന്ന് അവളെ നേർത്തൊരു പുഞ്ചിരിയോടെ നോക്കി. അവൻ നേരത്തെ കഴിച്ചു, അവർ പറഞ്ഞു. നോക്കണ്ട, അവനിവിടെയില്ല, പുറത്തു പോയതാ. കഴിക്കുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ ചുറ്റും പരതുന്നത് കണ്ട് ദേവകിയമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി. അവൾ മുഖം കുനിച്ചിരുന്നുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയ നന്ദൻ അന്ന് രാത്രി 8 മണിയായിട്ടും വീട്ടിലേക്കെത്തിയില്ല. ഉമ്മറത്ത് വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടിട്ടാണ് ദേവകിയമ്മ അവിടേക്ക് വന്നത്.
മോളിതെന്താ ഇവിടെ വന്നു നിൽക്കുന്നേ? ദേവകിയമ്മ അവളോട് ചോദിച്ചു. അത് നന്ദേട്ടൻ ഇത്ര നേരമായിട്ടും എത്തിയില്ലാലോ, അവൾ പറഞ്ഞു. അത് കേൾക്കെ അവരുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു. അപ്പോ മോളെ അവൻ വിളിച്ചില്ലേ? അവർ ചോദിച്ചു. ഇല്ല, എന്തേ? എന്നെ അവൻ വൈകിട്ടേ വിളിച്ചിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛന് സുഖമില്ല, അവനവിടെ ആശുപത്രിയിലാ. ഇന്ന് ചിലപ്പോഴേ വരുള്ളൂ. അതുകൊണ്ട് അവനെ കാത്തു നിൽക്കണ്ട, വാതിലടച്ച് കിടന്നോളാൻ പറഞ്ഞു. അവർ പറയുന്നത് അവളൊരു നേർത്ത പരിഭവത്തോടെ കേട്ടുനിന്നു. ഞാൻ കരുതി മോളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. നിന്നോട് പറയാനൊന്നും അവൻ പറഞ്ഞതുമില്ല. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? അവർ ചോദിച്ചു. ഏയ് ഇല്ലമ്മേ, എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാവും. പിന്നെ അമ്മ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാകും പറയണമെന്ന് പറയാതിരുന്നത്, അവൾ സാധാരണമെന്ന് തോന്നിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു. പക്ഷേ ദേവകിയമ്മയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയിരുന്നു. ഇന്നലെ പുറത്തുപോയി വന്നതു മുതൽ അവൾക്ക് എന്തോ വല്ലായ്മയുണ്ട്. പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ പല കാര്യങ്ങളുമുണ്ടാവും. അതിനിടയിലേക്ക് താൻ വെറുതെ കയറി ചെല്ലണ്ട. അല്ലെങ്കിലും മകനാണെന്ന് കരുതി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാതെ ഇടപെടുന്നതിനോട് ദേവകിയമ്മയ്ക്ക് താല്പര്യമില്ല. ഇതെന്തെങ്കിലും ഒരു സൗന്ദര്യ പ്രശ്നമായിരിക്കുമെന്ന് അവർ കരുതി. അന്ന് രാത്രി അവൻ വരാത്തതുകൊണ്ട് തന്നെ അവർ വേഗം ഭക്ഷണം കഴിച്ചു കിടന്നു. കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നേയില്ലായിരുന്നു. ചിന്തകളെല്ലാം അവനെ മാത്രം ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ നഷ്ടപ്പെടുന്നത് മാത്രം ഇനി തനിക്ക് ചിന്തിക്കാനാവില്ല. അല്ലെങ്കിലും അവനെപ്പോലൊരുവനെ കിട്ടിയാൽ ആരെങ്കിലും അവനെ ഒഴിവാക്കുമോ? കണ്ടില്ലെന്ന് നടിക്കുമോ? ഇത്ര കാലം അവനെ മാറ്റി നിർത്തിയ താനൊരു പമ്പര വിഡ്ഢിയാണെന്ന് അവൾക്ക് തോന്നി. വിദ്യ പറയുന്നത് കേൾക്കണം. കുടിച്ച് ബോധമില്ലാതെ തല്ലാനും കൊല്ലാനും വരുന്ന ഭർത്താവ്. വീട്ടുചെലവിന് പോലും ഒന്നും തരാതെ പട്ടിണി കിടക്കാൻ വയ്യാഞ്ഞിട്ടാണ് വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങിയത്. പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ജോലിക്ക് പോകാൻ ആള് സമ്മതിക്കില്ല. എന്നാൽ ചെലവിന് കൊടുക്കുവോ അതുമില്ല. അതുകൊണ്ടാണ് അങ്ങേര് രാവിലെ പുറത്തു പോകുന്ന സമയത്ത് അവൾ തൊട്ടടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നത്. അമ്മായിയമ്മയാണെങ്കിൽ അതിലും വിളഞ്ഞ വിത്താണ്. നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തതുകൊണ്ട് ചെവിക്ക് ഒരു സ്വൈര്യവും കിട്ടാറില്ല. മകനായിട്ട് കഴിക്കാനൊന്നും കൊണ്ടുവരില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവളെ പണിക്ക് പറഞ്ഞയക്കുന്നത് തന്നെ. സ്നേഹിച്ചവന്റെ കൂടെ വീട്ടുകാരെ ധിക്കരിച്ചു വന്നതുകൊണ്ട് തന്നെ വിദ്യയുടെ വീട്ടുകാർ അവളുമായി നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാനും പറ്റാത്തൊരവസ്ഥ. എല്ലാം സഹിക്കാം, പക്ഷേ രാത്രിയിൽ മദ്യപിച്ചു വന്നിട്ട് അവൻ്റെ വികാരങ്ങൾ അടക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അതുമാത്രമാണ് ആ പെണ്ണിന് എത്ര നോക്കിയിട്ടും സഹിക്കാൻ പറ്റാത്തത്. ഒരിക്കൽ ജീവനെപ്പോലെ സ്നേഹിച്ചവൻ ഇന്ന് ഇത്ര കണ്ട് ദ്രോഹിക്കുന്നതിന് കാരണം ഒരു പരിധിവരെ മദ്യമാണെന്ന് അവൾക്കറിയാം. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിച്ച പെണ്ണിനോട്, തനിക്കായി എല്ലാവരെയും ഇട്ടെറിഞ്ഞു വന്ന പെണ്ണിനോട് അല്പമെങ്കിലും കരുണയും സ്നേഹവും തോന്നില്ലേ? ഇത് അതുപോലുമില്ല. സഹിച്ചു മതിയായി. എങ്ങനെയെങ്കിലും തനിക്കൊന്ന് ചത്തു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു കരഞ്ഞ വിദ്യയെ അവൾക്ക് ഓർമ്മ വന്നു. അവളെ കണ്ടതിന് ശേഷമാണ് നന്ദനെക്കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത്. നന്ദനും അവൻ്റെ അമ്മയും എത്രമാത്രം നല്ലവരാണെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയത്. കയ്യിൽ കിട്ടിയത് ശരിക്കും നിധിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ഒരു മുറിയിലാണ് അന്തി ഉറങ്ങുന്നതെങ്കിലും അവനൊരിക്കലും താൻ നല്ലൊരു ഭാര്യയായിരുന്നില്ല. എന്നിട്ടും അവൻ തന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഭർത്താവെന്ന അധികാരം വെച്ച് ശാരീരികമായി തന്നെ ഒരു തരത്തിലും അവൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും അവൻ തന്നിട്ടുണ്ട്. അവനെപ്പോലെയൊരുവനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. ഇപ്പോൾ താനും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവനെ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വിവാഹമോ കുടുംബജീവിതമോ ഇഷ്ടമില്ലാതിരുന്ന ആ അനു എന്നോ പടിയിറങ്ങി പോയിരിക്കുന്നു. ഇപ്പോൾ ഈ മനസ്സും ശരീരവും ആഗ്രഹിക്കുന്നത് അവൻ്റെ ചേർത്തുപിടിക്കലിനാണ്. അവൻ്റെ സ്നേഹത്തിനു വേണ്ടിയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും അവനോട് സംസാരിക്കണം. ഇത്ര നാളും തനിക്ക് വേണ്ടി കാത്തിരുന്നവനല്ലേ. ഇപ്പോൾ താനും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തീർച്ചയായും അവൻ തന്നെ വീണ്ടും സ്നേഹിക്കും. എന്തു വന്നാലും അവനെ ഇനി വിട്ടുകളയാൻ തനിക്കാവില്ലെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൾ കണ്ണുകളടച്ചു. പിറ്റേന്ന് തിങ്കളാഴ്ചയായിരുന്നു. അന്ന് അവൾ സ്കൂളിലേക്ക് വിളിച്ച് ലീവ് പറഞ്ഞു. അവൻ എത്രയും വേഗം വന്നെങ്കിൽ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. ഇന്ന് പോകാനില്ലേ എന്ന അമ്മയുടെ ചോദ്യത്തിന് ഇന്ന് പോകാനെന്തോ ഒരു ഉഷാറും തോന്നുന്നില്ലെന്ന കള്ളം പറഞ്ഞവൾ ഒഴിഞ്ഞുമാറി. ഉച്ചയോടടുത്ത നേരത്താണ് നന്ദൻ പിന്നെ വീട്ടിലേക്ക് കയറി വന്നത്. അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും അവൾ വേഗം ചെന്ന് നോക്കുമ്പോഴേക്കും അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയിരുന്നു. മുറിയിൽ തന്നെ അവനെയും കാത്തു നിന്നാലോ എന്നാദ്യം കരുതിയെങ്കിലും അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വിശക്കുന്നുണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവൾ വേഗം താഴേക്ക് ചെന്നു. അമ്മേ, നല്ല വിശപ്പ്, ഭക്ഷണമെടുത്തോ?
എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ താഴേക്ക് വന്നത്. അത് കേട്ടതും അവൾ വേഗം പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി. ഊണുമേശയ്ക്കരികിൽ ഭക്ഷണം വിളമ്പി വെച്ച് തനിക്കായി കാത്തു നിൽക്കുന്നവളെ കണ്ടെങ്കിലും കാണാത്തതുപോലെ അവൻ വന്നിരുന്നു. വിളമ്പി പോയതുകൊണ്ട് തന്നെ അത് നിരസിക്കാതെ അവൻ കഴിച്ചു തുടങ്ങി. തനിക്കരികിൽ തന്നെ നിൽക്കുന്ന അവളെ അവൻ നോക്കാതെ തന്നെ കാണുന്നുണ്ടായിരുന്നു. ഇവളിന്നെന്താ പോവാഞ്ഞത് എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അവൻ അത് നാവിൻ തുമ്പിൽ തന്നെ പിടിച്ചു കെട്ടി. ഭക്ഷണം കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് പോയതും അവൾ വേഗം പാത്രമെല്ലാം എടുത്ത് വേഗത്തിൽ കഴുകി വെച്ചു. ശേഷം വേഗം മുറിയിലേക്ക് നടന്നു. അവനോടെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഈ ഭാരമെല്ലാം ഒന്നിറക്കി വെക്കണമെന്ന് അവൾക്ക് തോന്നി. മുറിയിലെത്തുമ്പോൾ അവൻ ഫോണിലെന്തോ നോക്കിക്കൊണ്ട് ജനലിനോരം നിൽക്കുന്നുണ്ട്. അവൾ പതിയെ അവനരികിലേക്ക് നടന്നു. എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. നന്ദേട്ടാ, അവൾ പതിയെ വിളിച്ചു. ആ വിളി കേട്ടതും അവനൊന്നവളെ മുഖമുയർത്തി നോക്കി. എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ വിടർന്നു. കാരണം ഇന്ന് അവളിൽ നിന്നും വന്ന നന്ദേട്ടാ എന്ന വിളി അത്രമേൽ ആത്മാർത്ഥമാണെന്ന് അവനറിയാമായിരുന്നു. അത് എനിക്ക് അവൾക്ക് പറഞ്ഞു തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾക്ക് പറയാൻ സമയം കൊടുത്തതുപോലെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്താണെങ്കിലും പറഞ്ഞോ, അവൻ പറഞ്ഞു. അത് ഞാൻ അവൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോണിലേക്കും അവൻ്റെ മുഖത്തേക്കും ഒന്ന് മാറി മാറി നോക്കി. ഒരു മിനിറ്റ്, അത് പറഞ്ഞ് അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. അവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അവനരികിലായി അവളും നിന്നു. ശരി, ഞാൻ ഇപ്പോൾ തന്നെ വരാം. അവൻ അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും അവൾ അവനെ തന്നെയൊന്ന് നോക്കി. അവൻ അവൻ്റെ വാലറ്റും വണ്ടിയുടെ കീയും എടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവളെയൊന്ന് തിരിഞ്ഞു നോക്കിയത്. സോറി എടോ, അർജന്റായി ഒന്ന് പുറത്തു പോവണം. പിന്നെ ഞാൻ അമ്മയോടൊന്നും സംസാരിച്ചിട്ടില്ല. അതിനുള്ള നേരം കിട്ടിയില്ല. എന്തായാലും ഇന്നോ നാളെയോ ആയി ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അവൻ അവളോട് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു. ഞാൻ അതല്ല പറയാൻ വന്നേ, അവൾ പറഞ്ഞതും അവൻ ഒന്നവളെ തിരിഞ്ഞു നോക്കി. എന്താണേലും നിനക്ക് പറയാനുള്ളത് ഞാൻ വന്നിട്ട് കേൾക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അവൻ അത് പറഞ്ഞ ശേഷം താഴേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി നിൽക്കെ അവൾക്ക് ദേഷ്യവും സങ്കടവുമെല്ലാം ഒരുമിച്ച് വന്നു. അവൾ ജനലിനോരം ചെന്നു നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ വീടിൻ്റെ മുൻവശം കാണാം. അവൻ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടതും അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവളൊരു കരച്ചിലോടെ കട്ടിലിലേക്ക് വീണു. വൈകുന്നേരം ചായ കുടിക്കാൻ നേരം ദേവകിയമ്മ വന്ന് വിളിക്കുമ്പോഴേക്കും അവളൊരു ഉറക്കം ഉറങ്ങിയിരുന്നു. ചായ കുടിക്കുന്ന സമയത്തും അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ അവനെ ഒത്തിരി നേരം കാത്തിരുന്ന ശേഷമാണ് അവളും അമ്മയും ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നത്. കൃത്യം ആ സമയത്താണ് അവൻ്റെ വണ്ടി മുറ്റത്ത് വന്നു നിന്നത്. നിനക്ക് ഭക്ഷണം എടുക്കട്ടെ മോനെ? അവൻ അകത്തേക്ക് വന്നതും അമ്മ ചോദിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് കൈ കഴുകി അവർക്കരികിൽ വന്നിരുന്നു. ദേവകിയമ്മയാണ് അവന് വിളമ്പിക്കൊടുത്തത്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൾ അതെല്ലാം വെറുതെ മൂളിക്കേട്ടതേയുള്ളൂ. തലയും കുനിച്ചിരുന്ന് എന്തൊക്കെയോ നുള്ളിപ്പെറുക്കുന്ന അവളെ അവനൊന്ന് നോക്കി. സൂക്ഷിച്ചു നോക്കിയാൽ ഇന്നും അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാകും. നന്ദനാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞത്. അവൻ പാത്രം എടുത്ത് എഴുന്നേറ്റതും അത് അവിടെ വെച്ചേക്കാൻ അമ്മ പറഞ്ഞെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞു. അവൻ തന്നെ പ്ലേറ്റും ഗ്ലാസും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴും അനു ഒന്നവനെ മുഖമുയർത്തി നോക്കിയതുപോലുമില്ല. അനുവിനെയും നന്ദനെയും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അപ്പോൾ അവളോട് ഒന്നും ചോദിക്കാൻ അവർക്ക് തോന്നിയില്ല. എന്തായാലും നാളെയാവട്ടെ എന്നവർ കരുതി. അപ്പോഴും നന്ദൻ പാത്രം കഴുകി വെച്ചതിൽ അവർക്ക് വല്ലായ്മ തോന്നിയില്ല. ആണായാലും പെണ്ണായാലും അവനവൻ്റെ പാത്രം അവനവൻ കഴുകി വെക്കുന്നത് നല്ല ശീലമാണെന്നാണ് അവരുടെ ചിന്ത. നന്ദൻ നേരെ ചെന്നത് മുറിയിലേക്കാണ്. മുറിയിലെത്തി അല്പം നേരം ഫോൺ നോക്കിയിരുന്ന ശേഷമാണ് അവൻ കുളിക്കാനായി കയറിയത്. അമ്മയുടെ കൂടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കിയ ശേഷമാണ് അനു മുറിയിലേക്ക് വന്നത്. അവൾ വരുമ്പോൾ നന്ദൻ കുളിക്കുകയാണ്. അവൾ പതിയെ കട്ടിലിൽ ചെന്നിരുന്നു. ഒരെത്തും പിടിയും കിട്ടാത്ത വണ്ണം ചിന്തകൾ പല വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്. അവൾ അല്പനേരം ഹെഡ് റെസ്റ്റിൽ ചാരി കണ്ണടച്ചിരുന്നു. പിന്നെ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണ് തുറക്കുന്നത്. നന്ദൻ കുളിച്ചു വന്ന് കണ്ണാടിക്ക് മുൻപിൽ നിൽപ്പുണ്ട്. അവൾ ഒന്നവനെ നോക്കിയെങ്കിലും പിന്നീട് അവനിൽ നിന്നും നോട്ടം മാറ്റി. മുടിയൊന്ന് കൈകൊണ്ട് മാടിയൊതുക്കിയ ശേഷം അവൻ ഫോണും എടുത്ത് ജനലിനോരം ചെന്നു നിന്നു. അല്പം നേരം അവനെ നോക്കിയിരുന്ന ശേഷം അവളും മെല്ലെ അവനരികിലായി ചെന്നു നിന്നു. അവൻ ഫോണിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ ഒരു 2 നിമിഷം പുറത്തെ ഇരുളിലേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ വിളിച്ചു, നന്ദേട്ടാ.
അവൾ അരികിൽ വന്നു നിന്നത് അറിഞ്ഞിരുന്നെങ്കിലും അവൻ അവളെ തലയുയർത്തി നോക്കിയിരുന്നില്ല. പക്ഷേ ആ വിളി കേട്ടപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. നന്ദൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നില്ല. പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണിൽ നീര് പൊടിഞ്ഞു തുടങ്ങുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവനൊന്ന് പതിയെ മൂളി. നന്ദേട്ടൻ പറഞ്ഞത് കാര്യമായിട്ടാണോ? അത് ചോദിക്കുമ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. എന്ത്? അവനൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. നമ്മൾ തമ്മിൽ പിരിയാൻ പോവാന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോന്ന് അവൾ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും അവനൊന്ന് നിശ്വസിച്ചു. ശേഷം ഫോൺ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവനും പുറത്തേക്ക് നോക്കി നിന്നു. അതല്ലടോ നല്ലത്, അല്പസമയത്തിന് ശേഷം അവൻ പറഞ്ഞു. ആർക്ക് നല്ലത്? അവൾക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. നമുക്ക് രണ്ടു പേർക്കും, പ്രത്യേകിച്ച് നിനക്ക്, അവനൊരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്ന് നന്ദേട്ടനോട് ഞാൻ പറഞ്ഞോ? ഒരു പ്രത്യേക ഭാവത്തോടെ അവൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ അപ്പോൾ നിറഞ്ഞു നിന്ന ഭാവം എന്തെന്ന് അവന് മനസ്സിലായതേയില്ല. നീ പറയുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലാകുമല്ലോ. അവനത് പറഞ്ഞതും അവൾ അവനെ ദയനീയതയോടെ നോക്കി. അപ്പോൾ നന്ദേട്ടൻ എന്താ പറയുന്നത്? ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ? നന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞുമാറി തരണമെന്നാണോ? കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് അവളത് ചോദിച്ചത്. അവൻ എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്നു. പറ, നന്ദേട്ടൻ പറയുന്നത് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ? അവൾ വീണ്ടും ചോദിച്ചു. അതല്ലേ അനു നല്ലത്? നമ്മൾ രണ്ടു പേർക്കും മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ടൊരു ജീവിതം ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും നല്ലത് നമ്മൾ പിരിയുന്നതല്ലേ? അവനത് പറഞ്ഞതും അവൾ വെല്ലായ്മയോടെ അവനെ നോക്കി. അവളുടെ കവിളുകളെ നനച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അവളത് കൈകൊണ്ട് അമർത്തി തുടച്ചു. ശരി, നന്ദേട്ടൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അലമാരയ്ക്ക് മുകളിൽ വെച്ചിരുന്ന വലിയ ബാഗ് എടുത്ത് കട്ടിലിലേക്ക് ഇടുന്നത് അവനൊരു ഞെട്ടലോടെ നോക്കി നിന്നു. ശേഷം അലമാര തുറന്ന് അവളുടെ ഡ്രസ്സുകൾ ഓരോന്നും എടുത്ത് ആ ബാഗിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൾ വാശിയിൽ തുടച്ചു മാറ്റുന്നുണ്ട്. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചതല്ല. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോഴെങ്കിലും തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയുമെന്നാണ് കരുതിയത്. നന്ദേട്ടനെ വിട്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തൻ്റെ നെഞ്ചോട് ചേരുന്നവളെയാണ് താൻ സ്വപ്നം കണ്ടത്. എന്നാൽ അവൾ എല്ലാം കൈവിട്ടു പോവുകയാണോ? അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. തുണികൾ ഓരോന്നും നിറയ്ക്കുന്നതിനിടയിൽ അവൾ ഒന്നവനെ മുഖമുയർത്തി നോക്കി. ഒന്നും പറയാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് പിന്നെയും അവൾക്ക് ദേഷ്യവും സങ്കടവുമെല്ലാം ഒരുപോലെ കൂടി. അവൾ തുണികൾ നിറച്ച ബാഗ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം ഓടി വന്നവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചതേയില്ല. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് വേച്ചു പോയെങ്കിലും അവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു നിന്നു. തന്നെ മുറുക്കെ പുണരുന്ന അവളുടെ കൈകളെയും അതിവേഗത്തിൽ മിടിക്കുന്ന അവളുടെ ഹൃദയമിടിപ്പും അവൻ അറിഞ്ഞു. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ നിമിഷം അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും അവൻ മറന്നുപോയി. തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന അവൻ്റെ കൈകളെ കണ്ടതും അവൾക്ക് സങ്കടം വന്നു. അവളുടെ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. സോറി നന്ദേട്ട, ഇത്ര കാലം ഞാനൊരു പൊട്ടിയായിരുന്നു. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന നന്ദേട്ടനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതെ പോയി. കല്യാണമോ കുടുംബജീവിതമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലാത്ത എനിക്ക് നിങ്ങളെയൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്താ അങ്ങനെയൊക്കെ തോന്നിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒന്നറിയാം. നന്ദേട്ടനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല. നന്ദേട്ടൻ ഇല്ലാതെ എനിക്കിനി പറ്റില്ല. എന്നെ ഒഴിവാക്കി പോകല്ലേ നന്ദേട്ട. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പിരിയാൻ പോകുന്നതെന്ന് നന്ദേട്ടൻ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോൾ എൻ്റെ സന്തോഷം മുഴുവൻ ഈ നന്ദേട്ടനാ. നന്ദേട്ടൻ കൂടെയുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഇതൊന്നു പറയാൻ പറ്റാതെ 2 ദിവസം ഞാൻ എത്രമാത്രം തീ തിന്നെന്ന് അറിയാമോ? എനിക്കൊരു അവസരം കൂടി തന്നുകൂടെ നന്ദേട്ടാ? ഇത്ര കാലം മാറ്റി നിർത്തിയതിന് ഞാൻ മരിക്കുവോളം എനിക്ക് നന്ദേട്ടനെ സ്നേഹിക്കണം. എന്നെ വേണ്ട എന്ന് മാത്രം പറയല്ലേ നന്ദേട്ടാ. അവളുടെ ചുടു കണ്ണീർ വീണ് അവൻ്റെ നെഞ്ചിനകവും പുറവും ഒരുപോലെ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൻ ഇരു കൈകൾ കൊണ്ട് അവളെ ഇറുക്കെ പുണർന്നു. ഇല്ലടാ, ഇല്ലടാ പൊന്നെ, നിന്നെ അങ്ങനെ ഇട്ടേച്ച് പോകാൻ നന്ദേട്ടന് പറ്റുമോ? പക്ഷേ എത്ര കാലമെന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒറ്റയ്ക്ക് കഴിയുന്നേ. കുറച്ചു ദിവസമായി നിന്നിലുണ്ടായ മാറ്റം ഞാൻ അറിയാഞ്ഞിട്ടല്ല, കാണാഞ്ഞിട്ടുമല്ല. പക്ഷേ അതിൻ്റെ കാരണം എനിക്ക് അറിയണമായിരുന്നു.
കാരണം ഇനിയും പ്രതീക്ഷ വെച്ചിട്ട് അവസാനം അതും വെറുതെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ തകർന്നു പോയേനെ. ഞാൻ സ്നേഹിക്കുന്നതുപോലെ തിരിച്ച് എന്നെയും സ്നേഹിക്കുന്ന നിന്നെ തന്നെ എനിക്ക് വേണമായിരുന്നു. ഞാൻ താലി കെട്ടിയതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ നിന്റെ ഉള്ളിൽ എന്നോട് ഒരിറ്റ് സ്നേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയത്. അതിനുവേണ്ടിയാണ് നമുക്ക് പിരിയാമെന്ന് ഞാൻ പറഞ്ഞത്. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും നിന്നെ എന്നിൽ നിന്നും മാറ്റി നിർത്തിയത്. എല്ലാം കൈവിട്ടു പോകുമ്പോൾ മാത്രമേ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പൂട്ടിവെച്ച പല വികാരങ്ങളും പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വേദനിപ്പിച്ചത്. പക്ഷേ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, നിന്റെ കരഞ്ഞു കലങ്ങിയ കാണുമ്പോൾ ഞാനും ഒരുപാട് വേദനിച്ചിരുന്നു. അതിനേക്കാളേറെ എനിക്ക് വേണ്ടിയാണ് നീ കരയുന്നത് എന്നോർത്തപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് നിനക്കറിയോ? അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. അവൻ്റെ ആദ്യ ചുംബനം. അതവൾ ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് സ്വീകരിച്ചു. അവൾ വിടർന്ന കണ്ണുകളോടെ അതിലേറെ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ അവൻ കരഞ്ഞു കലങ്ങിയ അവളുടെ 2 കണ്ണുകളിലും ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവനെ വീണ്ടും ചുറ്റിപ്പിടിച്ചിരുന്നു. അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിക്കുമ്പോൾ ആത്മസംതൃപ്തി എന്നത് അവർ 2 പേരും അറിഞ്ഞിരുന്നു. അവൻ്റെ നെഞ്ചോരം ചാഞ്ഞ് അന്നവൾ കിടന്നു. അവൻ്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് അവൻ്റെ കൈകളുടെ ചൂടിൽ ഒതുങ്ങിക്കിടക്കുമ്പോൾ അതുവരെ അനുഭവിക്കാത്ത ഒരു പ്രത്യേക സുഖം അവൾ അറിയുകയായിരുന്നു. പിറ്റേന്ന് ആദ്യം ഉണർന്നത് അനുവാണ്. എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ നെഞ്ചിലൊരു കനം പോലെ തോന്നിയപ്പോഴാണ് അവൾ തനിക്കരികിലായി കിടക്കുന്നവനെ ഒന്ന് നോക്കിയത്. കമിഴ്ന്നു കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചാണ് കിടത്തം. അവൻ്റെ മീശയും താടിയും കൂട്ടത്തിൽ ചൂടുശ്വാസവും അവളുടെ കഴുത്തിൽ തട്ടുമ്പോൾ അവൾക്ക് വല്ലാതെ ഇക്കിളിയാകുന്നുണ്ട്. എങ്കിലും അതിന് വല്ലാത്തൊരു സുഖം കൂടിയുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ ഒന്നുകൂടി അവനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് അല്പം നേരം കൂടി കണ്ണടച്ചു കിടന്നു. അരയിലൂടെ ചുറ്റിപ്പിടിച്ച അവൻ്റെ കൈയുടെ മുറുക്കം കൂടുന്നതും കഴുത്തിലേക്ക് അവൻ്റെ മുഖം ഒന്നുകൂടി അടുത്തു വരുന്നതും അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. അവൾ പതിയെ അവൻ്റെ കൈ അയക്കാൻ നോക്കിയെങ്കിലും അവൻ ഒന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. നന്ദേട്ടാ, എനിക്ക് പോവണം, അവൾ പറഞ്ഞു. ഇപ്പോൾ പോകണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അവൻ കണ്ണ് തുറക്കാതെ തന്നെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ മുടിയിലൂടെ വെറുതെ തലോടിക്കൊണ്ട് കിടന്നു. ഇനി പോയിക്കോട്ടെ, അമ്മ കാണാതെ അന്വേഷിക്കും. കുറച്ച് സമയം കൂടി കഴിഞ്ഞതും അവൾ വീണ്ടും പറഞ്ഞു. സാരമില്ല, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. എന്ത്? അവൻ പറഞ്ഞതും അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കി. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ഇന്നലെയെന്ന്. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് നീ എണീക്കാൻ നേരം വൈകിയെന്ന് അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളുടെ കണ്ണ് തള്ളി വന്നു. അയ്യേ, ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. പറയുമ്പോൾ അവൾക്ക് പോലും നാണം വന്നു പോയിരുന്നു. എന്താടി ഒരയ്യേ, ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ. ഇന്നലെ നടന്നില്ലെങ്കിൽ എന്താ? ഇനി ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയല്ലേ. നമുക്ക് എന്നും അങ്ങ് ഫസ്റ്റ് നൈറ്റ് ആക്കിയേക്കാം. ഒരു ചിരിയോടെ അവൻ അത് പറഞ്ഞതും അവൾ നാണത്തോടെ അവനെ തള്ളി മാറ്റി കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടിക്കയറിയിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോൾ ദേവകിയമ്മ എന്നത്തെയും പോലെ പണിയിലാണ്. അവൾ അവർക്ക് പുറകിലൂടെ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ച് നിന്നു. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവരൊന്ന് ഞെട്ടി അവളെ നോക്കി. ശേഷം അവൾ അവരുടെ കവിളിൽ പതിയെ ഉമ്മ വെച്ചതും അവർ അത്ഭുതത്തോടെ അവളെയൊന്ന് നോക്കി. ഇതുവരെ കാണാത്ത ഒരു തരം തിളക്കം അവളുടെ കണ്ണുകളിൽ കണ്ടതും അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നത് വരെ മുഖത്തുണ്ടായിരുന്ന ആ കാർമേഘം നീങ്ങിപ്പോയി മുഖം നന്നായി തെളിഞ്ഞിട്ടുണ്ട് എന്നവർക്ക് തോന്നി. ചായ കുടിക്കാൻ വന്നിരിക്കുന്ന നന്ദൻ്റെ മുഖത്തും വല്ലാത്തൊരു തിളക്കമുണ്ടെന്ന് തോന്നിയതും അവരുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. എന്തേ പെട്ടെന്ന് ഒരു മാറ്റം? എന്താ അതിൻ്റെ കാരണമെന്ന് ഒരു വൈകുന്നേരം അവളോടൊപ്പം ഇരിക്കുന്ന അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവൻ ചോദിച്ചു. അപ്പോഴാണ് അവൾ വിദ്യയെക്കുറിച്ച് പറയുന്നത്. എല്ലാം കേട്ടപ്പോൾ അവന് വല്ലാത്ത പ്രയാസം തോന്നി. പിന്നീട് നന്ദൻ്റെ പരിചയത്തിൽ വിദ്യയ്ക്ക് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തു. അതിനു മുന്നോടിയായി അവളുടെ ഭർത്താവിനെ നന്ദൻ്റെയും അനുവിൻ്റെയും സഹായത്തോടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ചേർത്തു. ഇപ്പോൾ അവൻ മദ്യപിച്ച സമയത്ത് വിദ്യയോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. താൻ ഇത്രയും ദ്രോഹിച്ചിട്ടും തന്നെ വിട്ടു പോകാതിരുന്ന വിദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞു വരും. ഇത്രകാലം കഷ്ടപ്പെടുത്തിയതിനു പകരമായി ഇനി അവൾക്ക് എല്ലാവിധ സന്തോഷവും തിരിച്ചു കൊടുക്കണമെന്ന് അവൻ മനസ്സിൽ കുറിച്ചിട്ടു. മകൻ്റെ മദ്യപാനവും തല്ലും വഴക്കും കൊണ്ടും
കുറെ പട്ടിണി കിടന്നിട്ടും അവൻ്റെ അമ്മയും നല്ലതുപോലെ ജീവിതം പഠിച്ചു പോയിരുന്നു. ഇപ്പോൾ അവർക്ക് വിദ്യ മരുമകളല്ല, മകൾ തന്നെയാണ്. അങ്ങനെയേ ഇപ്പോൾ അവർക്ക് വിദ്യയെ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ആ ഒരു കുടുംബത്തിലെ കാർമേഘം കൂടി നീങ്ങിപ്പോയതും പുതിയൊരു സൗഹൃദം കൂടി അവിടെ ഉടലെടുത്തിരുന്നു. നന്ദനും വിദ്യയുടെ ഭർത്താവ് വിഷ്ണുവും തമ്മിലുള്ള നനുത്തൊരു സൗഹൃദം.